നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ ചലനങ്ങളുമൊക്കെ മലയാളികൾ നെഞ്ചിടിപ്പോടെയാണ് കേട്ടത്. പ്രേക്ഷകർ ആരാധിച്ചിരുന്ന നടന്മാരുടെ ഭാഗത്തു നിന്നുള്ള ക്രൂര ലൈംഗിക വേട്ടകൾ തന്നെയായിരുന്നു ഇക്കഴിഞ്ഞയാഴ്ച മുഖ്യ വാർത്ത. എന്നാൽ പിന്നീട് വാർത്തകൾ തലകുത്തനെ മറിഞ്ഞപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള വിസ്ഫോടന കഥകൾക്ക് താൽക്കാലിക വിരാമം വന്നു, പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ. ഇപ്പോഴിതാ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് പ്രമുഖ നടികളും മോഡലുകളുമൊക്കെ. അവതാരകയായ രഞ്ജിനി ഹരിദാസിന്റെ വെളിപ്പെടുത്തലുകളിൽ എല്ലാമുണ്ട്. പ്രമുഖ നടന്മാർക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസുകളിൽ താൻ ഞെട്ടിയില്ല എന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നു. ഇതിലപ്പുറവും നടക്കുകയാണ് മലയാള സിനിമാ ലോകത്ത്. സിനിമയിൽ മാത്രമല്ല, മോഡലിംഗ് രംഗത്തും ഭീകരമായ നിലയിലാണ് ഇത്തരം ലൈംഗിക വേട്ടകൾ. ഈ കഥകളൊക്കെ ഇതിനു മുൻപ് തന്നെ താൻ കേട്ടിട്ടുണ്ട്. ഈ മേഖലയിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ന് പെൺകുട്ടികൾ ധൈര്യത്തോടെ വന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്നു. 10-20 വർഷം മുൻപായിരുന്നു ഇതെങ്കിൽ തുറന്നു പറയുന്ന പെൺകുട്ടികളെ വേശ്യകളെന്ന് വിളിച്ച് അപമാനിച്ചിരുന്നു. എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അവർ പിഴച്ചവളും വേശ്യകളുമായി മാറും. ഒരു പെണ്ണെവിടെയുണ്ടോ ആ പെണ്ണിനെക്കുറിച്ച് അവിടെയുള്ളവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. സിനിമയിൽ ലൈംഗികാതിക്രമം നടക്കുന്നില്ല എന്ന് പറയുന്നവർ പച്ച നുണ പറയുകയാണ്. സിനിമാ മേഖലയിൽ അധികം അടുത്തു നിൽക്കാതെ തന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് ചില മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നവർ തുറന്നു പറയുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുമാരല്ല പ്രതികരിക്കേണ്ടത്, പറയേണ്ടത് ലൈംഗിക ചൂഷണത്തിനിരയായ പ്രമുഖ നടിമാരാണ്. പക്ഷേ അവർ വായ തുറക്കുന്നില്ല. തങ്ങളുടെ കരിയർ നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് ഈ പ്രമുഖ നടികൾ വായ തുറക്കാത്തത് എന്നവർ തുറന്നടിക്കുന്നു. രഞ്ജിനി ഹരിദാസിന്റെ ഈ പ്രതികരണത്തോട് പ്രമുഖ നടികൾക്ക് എന്താണ് പറയാനുള്ളത്? തങ്ങൾക്ക് ഇത്തരം ദുരനുഭവങ്ങളില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പോരാട്ടം നടത്തുന്നതെന്നൊക്കെ ഈ നടികൾ നാഴികയ്ക്ക് 40 വട്ടം തള്ളിവിടുന്നുണ്ടല്ലോ. എന്നാൽ രഞ്ജിനി ഹരിദാസ് താൻ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയുകയാണ് Q18 ചാനലിലൂടെ. വമ്പൻ സ്രാവുകൾ പലരും രക്ഷപ്പെടുന്നുവെന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുമാരല്ല പറയേണ്ടത്, ലൈംഗിക ചൂഷണത്തിനിരയായ പ്രമുഖ നടികളാണ്. ഒരു പ്രമുഖ നടൻ തനിക്ക് നഗ്ന ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം തന്നോട് അത്തരത്തിലൊരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ നടൻ ആവശ്യപ്പെട്ടു. റോങ് വിൻഡോ എന്നാണ് ഞാൻ അതിന് അയാൾക്ക് മറുപടി അയച്ചത്. ആ ഫോട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ആ നടന്റെ പേര് താൻ വെളിപ്പെടുത്തുന്നില്ല എന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നു. തുടക്കക്കാരികളായ ചെറിയ പെൺകുട്ടികൾ പോലും ലൈംഗികാതിക്രമങ്ങൾ നേരിടുന്നു എന്ന് തനിക്ക് നേരിട്ടറിയാം. ചൂഷണത്തിനിരയാകുന്നവരിൽ പുരുഷന്മാരും ഏറെയുണ്ട് എന്ന് രഞ്ജിനി ഹരിദാസ് തുറന്നടിച്ചു. ഉദ്ഘാടന ചടങ്ങുകളുടെ മറവിലും ലൈംഗിക ചൂഷണങ്ങൾ പതിവാണ്. തനിക്കും ഇത്തരം ദുരനുഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് എന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നു. ഒരു പ്രോഗ്രാമിനായി തന്നെ ക്ഷണിച്ചു വരുത്തി അതിൻ്റെ പ്രതിഫലം നൽകുമ്പോൾ അയാൾ പറയുന്നു ആ പ്രതിഫലത്തിൻ്റെ കൂടെ ഇക്കാര്യവും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. പരസ്യ ഷൂട്ടിങ്ങിൽ അത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് രഞ്ജിനി ഹരിദാസ് തുറന്നു പറയുന്നു. ശക്തമായി പ്രതികരിക്കുക മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള പോംവഴി. സിനിമാ മേഖലയെക്കുറിച്ച് അധികമൊന്നും അറിയാതെ സിനിമാ മോഹം കൊണ്ട് ആ മേഖലയിൽ എത്തപ്പെടുന്നവരാണ് അധികം ചൂഷണത്തിനിരയാകുന്നത് എന്ന് രഞ്ജിനി ഹരിദാസ് തുറന്നടിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളും അനുഭവങ്ങളുമൊക്കെ തനിക്ക് മുന്നിലുണ്ട്. ലൈംഗിക വേട്ടകൾ സിനിമാ ലോകത്തിന്റെ പതിവാണ്. ഇതിനിടയിൽ മാംഗല്യം താന്തുനാനേന എന്ന സിനിമയുടെ സംവിധായിക ചില പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. തന്റെ സിനിമയിൽ നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടത് എതിർത്തതിന് തന്നെ സിനിമയിൽ നിന്ന് വിലക്കിയെന്നാണ് അവർ പറയുന്നത്. സംവിധായിക സൗമ്യ സദാനന്ദനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ സൗമ്യ പങ്കുവച്ചിരിക്കുന്നു. സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ട് എന്ന് സൗമ്യ തുറന്നു പറയുന്നു. തന്റെ ആദ്യ സിനിമ അനുവാദമില്ലാതെ പ്രധാന നടനും സഹനിർമ്മാതാവും എഡിറ്റ് ചെയ്തുവെന്നും സൗമ്യ ആരോപണമുന്നയിച്ചു. ആ സിനിമയ്ക്ക് ശേഷം മറ്റു പ്രോജക്റ്റുകളുമായി നിർമ്മാതാക്കൾ തന്നോട് സഹകരിച്ചില്ല. എന്റെ പുഞ്ചിരി തിരിച്ചു തന്നതിന് ഹേമ കമ്മിറ്റിക്ക് നന്ദി എന്ന കുറിപ്പോടുകൂടിയാണ് സൗമ്യ സിനിമയിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചത്. പുതിയ പ്രോജക്റ്റുകളുമായി വനിതാ നിർമ്മാതാക്കളെ വരെ സമീപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. കുഞ്ചാക്കോ ബോബൻ നായകനായ മാംഗല്യം തന്തുനാനേന എന്ന സിനിമയുടെ സംവിധായികയാണ് സൗമ്യ. ഇതിനിടയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വൻ കടുംവെട്ടിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നു. സർക്കാർ മുക്കിയ 5 പേജാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തീയിട്ടിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിനെ പോലും മറികടന്നാണ് 5 പേജ് സർക്കാർ മുക്കിക്കളഞ്ഞത്.
സിനിമാ മേഖലയിലെ കൊടും ക്രൂരമായ ലൈംഗിക വേട്ടകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഈ 5 പേജിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് സർക്കാർ പൂഴ്ത്തിയ 5 പേജുകൾ തരില്ല എന്ന് സാംസ്കാരിക വകുപ്പ് നിലപാടെടുത്തു. ഈ പേജുകൾ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകളാണ് അറിയിപ്പില്ലാതെ മുക്കിയിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ റിപ്പോർട്ടിലെ മുഖ്യ പേജുകൾ നൽകുമെന്നായിരുന്നു നേരത്തെ സർക്കാർ അറിയിച്ചത്. എന്നാൽ 49 മുതൽ 53 വരെയുള്ള പേജുകൾ അവസാന നിമിഷം റിപ്പോർട്ടിൽ നിന്ന് മുക്കിയാണ് സർക്കാർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പ് ആകെ 129 ഖണ്ഡികകൾ വെട്ടിമാറ്റി. വിവരാവകാശ കമ്മീഷണറെ വരെ നോക്കുകുത്തിയാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റിയത്. സർക്കാരിന് താൽപ്പര്യമുള്ള നടന്മാരെക്കുറിച്ചുള്ള സൂചനകൾ ഈ ഭാഗങ്ങളിലുണ്ട് എന്ന വസ്തുതയാണ് പുറത്തുവരുന്നത്. ഏറ്റവും ക്രൂരമായ ലൈംഗികാതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഉടനൊന്നും അവസാനിക്കില്ല എന്ന് വ്യക്തം. കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുറത്തുവരാത്ത ഭാഗങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നും ശക്തമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന സൂചനകളുമുണ്ട് നമുക്ക് മുന്നിൽ. എന്നാൽ സർക്കാരിന്റെ താൽപ്പര്യം അതാണ് അവർ മുഖ്യമായി പരിഗണിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാളത്തിലെ ഒരു പ്രമുഖ നടനെക്കുറിച്ചുള്ള സൂചനകൾ മുക്കുന്നതിനായി ഒരുപാട് പണം അയാൾ ഒഴുക്കി എന്ന വാർത്തയും ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പരസ്യമായ രഹസ്യമാണ്. ഇതിനിടയിൽ പല അന്തർനാടകങ്ങളും സിനിമാ ലോകത്ത് നടക്കുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാകുന്നവരെ പണം കൊടുത്ത് ഒഴിവാക്കുകയോ ഒതുക്കുകയോ ചെയ്യുകയാണ് ഇപ്പോൾ മുഖ്യമായ ദൗത്യം. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇനിയും ചർച്ച ചെയ്യപ്പെടുമെന്ന് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.